ഹലോ ഹായ്. ഇന്ന് നമുക്ക് ഫിഫ്ത്ത് ഡേ ആക്ച്വലായി ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ ഇടേണ്ടത്. ഇന്നലെ ഇവിടെ ഫുൾ ഷട്ട് ഡൗൺ ആയിരുന്നു, ഫുൾ കറണ്ട് ഉണ്ടായില്ല. പിന്നെ ഞാൻ രാത്രി ഇടാമെന്ന് വിചാരിച്ചു. രാത്രി കുറച്ച് തിരക്കുകളൊക്കെ വന്നപ്പോൾ അതും അങ്ങനെ മാറിപ്പോയി. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് ഫിഫ്ത്ത് ഡേ ആക്കാം. ഇന്നലെ പഠിച്ചവർ ഓക്കെ, ഇത് നമ്മൾ ഇതോടെ ചാർട്ട് കണ്ടിട്ട് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പഠിക്കാം. ഓക്കെ, ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഈ ആഴ്ച ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നണത്, അല്ലെങ്കിൽ മറന്നു പോവും, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ചാപ്റ്ററെ നമുക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്ന പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് അതൊക്കെ ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് വരെ പഠിപ്പിക്കുന്നതിനുള്ളത് നമുക്ക് നാളെ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസ് തരാൻ നേരത്ത് നമ്മൾ പറഞ്ഞല്ലോ കുറേ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, 5 പേര് അടങ്ങുന്ന കുറേ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് തിരിച്ചെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പിൽ ലാസ്റ്റ് ഞാനത് ഗ്രൂപ്പിൽ ഒരാളെങ്കിലും അതിന് ഏതെങ്കിലും ഒരു ടാർഗറ്റ് കൊടുക്കാൻ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഗ്രൂപ്പിൽ തന്നെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് അടുത്തത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത ഗ്രൂപ്പും ഉണ്ട്. ചിലവർ ഇത്തിരി ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്. മിസ്സേ ഞങ്ങൾ ലേറ്റാണ്, അത്രയും വരാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അയച്ചവരും ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല, എപ്പോൾ അയക്കണോ അപ്പോൾ നമുക്ക് അടുത്ത ടാർഗറ്റ് തരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നു, എന്താണ് നമുക്ക് ആ പഠിച്ചതിൽ തിയറി പോർഷനിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് അയക്കി. അതുമല്ല നിങ്ങൾ ആ ടെക്സ്റ്റിൽ മാർക്ക് മാത്രമാണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് അയക്കി, ഫോട്ടോ എടുത്ത്, അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടുമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ചെയ്യാത്ത കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടാർഗറ്റ് ഞാനിങ്ങനെ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആരെങ്കിലും നോക്കുക, ഇനിയിപ്പോൾ നാളെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കുക, എന്താണ് ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ഗ്രൂപ്പിൽ മാത്രം ഞാൻ നാളെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതായിരിക്കുള്ളൂ. പറഞ്ഞായിരുന്നു, ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഡയറക്ടൈസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തുകൊണ്ട് മാത്രം ഒരു ഗുണവുമില്ല, അത് ആ പ്രൊവിഷൻ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് വേറെ രീതിയിലാണ്, അത് നമ്മൾ ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. പിന്നെ നാളെ ഞാൻ ടാർഗറ്റ് തരുന്നത്, ഇനി അടുത്ത ടാർഗറ്റിന് മുന്നേ എങ്കിലും നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് തരണതിന് മുന്നേ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അയച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത് തരാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ഡയറക്ടൈസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കും. ബേസിക്സിൽ നിന്ന് തരും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് തരും, അഗ്രികൾച്ചർ രംഗത്തിൽ നിന്ന് തരും. സാലറി നമ്മൾ ഇന്നങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അപ്പോൾ സാലറി എന്ന് അത്രയും ഞാൻ തരില്ല. ഓക്കെ, സാലറി നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തരാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തരാൻ നേരത്തേക്ക് നിങ്ങളത് പ്രോപ്പറായിട്ട് എഴുതണം. ആൻസർ കിട്ടിയത് മാത്രമായിട്ട്, ആൻസർ കിട്ടിയത് എനിക്ക് ആൻസർ അയച്ചാൽ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടൈസ് നമുക്ക് പ്രസന്റ് ചെയ്യണ രീതിയുണ്ട്, പ്രസന്റ് ചെയ്യണ രീതിക്കാണ് നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ആ പ്രസന്റേഷൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം, അവിടെയാണ് നമുക്ക് ആ മാർക്കും കൂടി വീഴുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഫോട്ടോ എടുത്ത് അയക്കുവാണെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരിക്കുള്ളൂ. കാരണം അത് പ്രത്യേകിച്ച് പറഞ്ഞത് ഈ സാലറി തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. കാരണം അത് നമ്മൾ ഓരോന്നിനും നമ്മളെന്താ വർക്കിംഗ് നോട്ട് വേണം, നമ്മൾ ഓർക്കും ഇതിനൊക്കെ വർക്കിംഗ് നോട്ട് വേണമെന്ന്, പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു വർക്കിംഗ് നോട്ട് നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് അതിനൊക്കെ ഒരു സിമ്പിൾ കാര്യമായിരിക്കട്ടെ, പക്ഷെ അതിനൊരു വർക്കിംഗ് നോട്ട് എഴുതാൻ നേരത്ത് ആ വാല്യൂ ചെയ്യണവർക്ക് അതൊരു ഇംപ്രഷനാണ്, ഒരു ഗുഡ് ഇംപ്രഷനാണ്. എന്താണ് നമുക്കത് എന്താ അവർക്കെല്ലാം അറിയാം, അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലിയർ ആണ്. അങ്ങനെ വരാൻ നേരത്തേക്ക് നമുക്കത് മാർക്ക് വീഴാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി ഉത്തരം ശരിയായി, ആൻസർ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നമുക്കത് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രസന്റേഷനും കൂടി അയക്കാൻ പറയണേ. ഞാനത് പറഞ്ഞു തരുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ അതിന് മടി വിചാരിക്കരുത്. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അത് അയക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് വർക്കിംഗ് നോട്ടൊക്കെ എഴുതി നിങ്ങളുടേതായ രീതിയിൽ സിമ്പിളായിട്ട് മതി അത് എഴുതി നമുക്കൊന്ന് വർക്കിംഗ് നോട്ടൊക്കെ എഴുതി പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അത് കൂടുതൽ ഉപകാരം. ഇപ്പൊ നമ്മൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പാതിയോടുകൂടി നമ്മൾ ഈ റിവിഷനൊക്കെ പോർഷനൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായി എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആകെ ഒരു പെർഫെക്റ്റ് ആവും നിങ്ങൾ.
ഓക്കെ, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നമുക്കിനി വർക്കിംഗ് നോട്ട് വരണോ അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തോരം ക്വസ്റ്റ്യൻ ചെയ്യണം നമ്മളത് അല്ലേ, അതനുസരിച്ച് നമ്മളത് അതേപോലെ മോൾഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് രീതിയിൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ആ രീതിയിൽ ഒരു ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നമുക്ക് എത്രയും വേഗം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും പ്രോബ്ലംസ്. അങ്ങനെ വേണം നമ്മൾ പോകാനായിട്ട്. അല്ലാണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനായിട്ട് ടൈമില്ല. ഓരോ സെക്കൻഡും വിലപ്പെട്ടതായിരിക്കും അവിടെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക. നിങ്ങൾ നാളെ തന്നെ എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതെപ്പോഴാണോ അടുത്ത ടാർഗറ്റ് എപ്പോഴാണ് ഞാൻ തരണേ അതിന് മുന്നേ ആയിട്ട് ചെയ്തു തരുന്ന ഗ്രൂപ്പിന് മാത്രമേ അതിൻ്റെ അടുത്ത ടാർഗറ്റ് ഞാൻ തരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് കാരണം വെറുതെ ഇങ്ങനെ ടാർഗറ്റ് കൊടുത്തു പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷനോ റെസ്പോൺസോ ഉണ്ടെങ്കിലല്ലേ ഞാനത് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഇനി അടുത്തത് അക്കൗണ്ട്സിന് ഞാൻ തരാൻ ഉദ്ദേശിച്ചേക്കണത് ആ ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം എല്ലാവർക്കും എളുപ്പമായിരുന്നു. ഞാനൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ റെക്ടിഫിക്കേഷന് ഞാൻ കുറച്ച് പ്രോബ്ലംസ് തരാം. റെക്ടിഫിക്കേഷൻ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ ബാഡ് ഡെപ്റ്റിൻ്റെ പ്രോബ്ലം ഏതെങ്കിലും കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഇത്ര ബേർഡനായിട്ട് ഉത്തരമൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ തരില്ല. ഏതെങ്കിലും 1-2 വെച്ച് തരുള്ളൂ. ഇനി അടുത്ത ആഴ്ച തരുമ്പോൾ ഇതിലെ പ്രോബ്ലംസും തരും, അതിൻ്റെ അടുത്തയിലെ പ്രോബ്ലംസും തരും. അപ്പോഴും 1-2 തരുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി ടൈമുണ്ട്. ഓക്കെ, നമുക്ക് ഒത്തിരി ടൈമുണ്ട്. അതിലൊക്കെ നമുക്കിങ്ങനെ എക്സ്ട്രാ പ്രോബ്ലംസ് ഓരോ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മൾ എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുന്ന പോലെയാണ്. അത് റിവൈസ് ചെയ്യുന്ന പോലെ ആകുമ്പോൾ നമുക്ക് അത് മെമ്മറിയിൽ നിൽക്കുമ്പോൾ നമ്മളത് അതിൻ്റെ ടച്ച് വിട്ട് പോകുന്നില്ല, പഠിച്ചതിൻ്റെ ടച്ച് വിട്ട് പോകുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ആ കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ തന്നെ ഞാൻ ഡീറ്റെയിൽ കുറേ പ്രോബ്ലം, അക്കൗണ്ട്സിലെ കുറേ പ്രോബ്ലം, കോസ്റ്റിലെ കുറേ പ്രോബ്ലം നേരിച്ച് ആരും അറിയേണ്ട, 1-2 പ്രോബ്ലം ഒക്കെ തരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് ചെയ്താൽ മതി. ഓരോ ആഴ്ചയിൽ അത്രയും ചെയ്താൽ മതി, അത്രയെങ്കിലും അയക്കുക. ഓക്കെ, ഇനി കോസ്റ്റില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുകെയിലെ പ്രോബ്ലം ആയിട്ട് യുകെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായില്ല. ഓക്കെ, യുകെ പ്ലസ് ടോട്ടൽ കോസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ലെവൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതേപോലത്തെയൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതായത് ഇഒക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാണണം, ഇല്ല പർച്ചേസ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ് ഒക്കെ കൂടി ആഡ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് ആ ടോട്ടൽ കോസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഓർഡർ ഓർഡർ ലെവലോ അല്ലെങ്കിൽ മാക്സിമം ലെവലോ മിനിമം ലെവലോ ഏതെങ്കിലും ഒന്ന് തരണ ഒരു ലെവലും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടോ. അതൊക്കെ ആയിരിക്കും നല്ല മാർക്കിനൊക്കെ ചോദിക്കുന്നത്. ബാക്കി ചോദിക്കുന്നതൊക്കെ ചെറിയ മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതല്ല, ഇത് പഠിച്ചാലേ അത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം കൂടി ഞാൻ തരാം. ഓക്കെ, ഇതാണ് നാളത്തെ എൻ്റെ ഒരു എന്താ പറയുക ഞാൻ തരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ടല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളത് നാളെ ഒന്ന് മാക്സിമം സൺഡേ എല്ലാവരും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ തന്നെ ഒന്ന് എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ആക്കുക, അല്ലേ? നമ്മൾ ഫേസ് ടു ഫേസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുക. അതേപോലെ നിങ്ങളുടെ ഇതേപോലെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. അതേപോലെ ഒത്തിരി പേര് നിങ്ങൾക്ക് എന്താ പറയുക റിവിഷൻ പ്രോപ്പർ ആവാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരാവശ്യം എക്സാം എഴുതിയിട്ടും അത് പ്രോപ്പറായിട്ട് പഠിക്കാത്തതുകൊണ്ട് അങ്ങനെ ഫെയിൽ ആയതുകൊണ്ടുണ്ടാവും. അങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഓക്കെ, അവരുടെ അടുത്തും ഇതിലേക്ക് ഇൻവോൾവ് ആകാനായിട്ട് പറയുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ലേ. അപ്പം എല്ലാവരുടെ അടുത്തും അതിൽ ഇൻവോൾവ് ആയി വെറുതെ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടായില്ല. അത് നമ്മൾ ആ പറയുന്ന അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ. നമ്മൾ കിട്ടുന്ന ഗ്രൂപ്പിലൊക്കെ പോയി ജോയിൻ ചെയ്ത് അതിലെന്ത് പറയണോ അവരെന്ത് പറയണോ ശരി ഇത്രയുള്ളല്ലേ, അപ്പം നമുക്കത് എക്സാമിൻ്റെ തലേദിവസം പഠിക്കാമെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ ആ പറയണത് ആ പ്രോപ്പറായിട്ട് ആ രീതിയിൽ തന്നെ അപ്പോൾ തന്നെ പഠിച്ചു പോയാലേ അത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ സാലറിയുടെ ബേസിക്സ് എന്ന് വെച്ചാൽ എംപ്ലോയി റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ ഗ്രാറ്റുവിറ്റി വരുന്നുണ്ട്, പെൻഷൻ വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക ലീവ് സാലറി വരുന്നുണ്ട്, റിട്രേസ്മെന്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്, പിന്നെ റിട്രേസ്മെന്റ് കോമ്പൻസേഷൻ, പിന്നെ എന്താ പറയുക പിന്നെ ഇതോർണം കൂടി ബി ആർ എസ് പറയുന്നുണ്ട്. അത് നമ്മൾ തനിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതും കൂടി ചേർത്ത് നിങ്ങൾ പഠിക്കുക. സാലറി പ്ലസ് റിട്ടയർമെന്റ് ബെനിഫിറ്റും കൂടി ചേർത്ത്. ഓക്കെ, അത് രണ്ടും കൂടി ഇന്ന് പഠിക്കുക. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഒരു പ്രോബ്ലം ഇല്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. എന്നിട്ട് നിങ്ങൾ ഇതുവരെയുള്ള ആഴ്ചയിലുള്ളത്
നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പഠിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ തുടങ്ങാൻ നേരത്ത് സാലറിയും റിട്ടയർമെന്റ് ബെനിഫിറ്റ് തുടങ്ങാൻ നേരത്ത് ഇനിയുള്ള പോർഷൻസ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള പോർഷൻസിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചാർട്ട് വരച്ച് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത് കൺഫ്യൂസിങ് ആണ്. നിങ്ങൾക്ക് തോന്നും, അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത് നോക്കിയാൽ കിട്ടും എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് പോകാൻ നേരത്തേക്ക് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരും. അവിടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 ആണോ 25 ആണോ എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അത് കാരണം നിങ്ങൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചാർട്ടായിട്ടെങ്കിലും ഒന്ന് രീതിയിലൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, ആ രീതിയിലൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ചാൾ മുന്നേ ആയിട്ട്. കുറച്ച് ദിവസം മുന്നേ ആയിട്ട് അതിൽ ആ എൻട്രീസ് എങ്ങനെ പഠിക്കണം, എൻട്രീസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് കാണാത്തവരാണെങ്കിൽ ആ രീതിയിലൊന്ന് കാണുക. അതിനാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലിരുന്ന് ബേസിക്കിലിരുന്ന് വരാമെന്ന് പറഞ്ഞത്. ബേസിക്കിലിരുന്ന് നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചു പോയവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണി കിട്ടും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലിരുന്ന് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് പണിയാവും. കാരണം ആ എൻട്രീസ് എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം, കുറയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ റൂൾ അനുസരിച്ച് തന്നെ എൻട്രി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ഈസി ആവും. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ എൻട്രി തന്നെയുള്ളൂ. അതിൽ തിരിച്ചും മറിച്ചും അല്ലെങ്കിൽ കുറച്ചുണ്ട് കുറച്ചില്ല അങ്ങനെയൊക്കെ ചോദിക്കണല്ലോ. അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ആ ഒരു എൻട്രി പ്രോപ്പർ ആണോ, അത് ബൈഹാർട്ട് പഠിക്കരുതെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ പറയണേ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയണേ. കാരണം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും അത് ഓർമ്മയിലുണ്ടാവും, എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മയിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കിലിരുന്നേ വന്നത്. ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം, ഞാൻ ആ ഡിപ്രീസിയേഷൻ ഡേയിൽ പറഞ്ഞതാണ്. കാരണം ആ ഒരു പ്രോബ്ലം ഡിപ്രീസിയേഷൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അത് പക്ഷേ ആരും എൻ്റെ അടുത്ത് ചോദിച്ചില്ല, എല്ലാവർക്കും അത് ഓക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതേപോലെയാണ് നോക്കുക. ആ എൻട്രി പഠിച്ച് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി അതിൽ ഏതെങ്കിലും ഒരു കൺഫ്യൂസിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ അതുകൊണ്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെ ഞാൻ തന്നത്. കാരണം ആ ഒരു എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രോബ്ലംസും അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എൻട്രി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എല്ലാ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, നമുക്ക് ആ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുക. അല്ല നമുക്ക് നിങ്ങൾക്ക് അത് ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഇനി നമുക്ക് കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ എംപ്ലോയി കോസ്റ്റിലെ ബോണസ് പ്ലാൻ മാത്രം പഠിക്കാം. ഓക്കെ, ബോണസ് പ്ലാൻ മാത്രമായിട്ട് ഞാനൊരു 6 വീഡിയോകൾ വരണം. പിന്നെ തിരിച്ചൊരു 2 വീഡിയോ ആയിട്ടോ ഏതോരണം ചെയ്തു. ഗ്രൂപ്പ് ബോണസ് പ്ലാനിന് തനി വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ബോണസ് പ്ലാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ ആകെ 2 പ്രോബ്ലം എന്തോ നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ. അപ്പോൾ 6-8 പ്രോബ്ലം, 8 ഇല്ലുസ്ട്രേഷൻ. ആ 8 ഇല്ലുസ്ട്രേഷൻ ഒരു ദിവസം 8 ഇല്ലുസ്ട്രേഷനൊക്കെ ചെയ്യാം അല്ലേ. ഗ്രൂപ്പ് ബോണസ് പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ അതിട്ടപ്പെട്ട പേന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പ് ബോണസ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ ആ ഒരു വിധം പഠിച്ചവർക്ക്, ആ 6 പ്രോബ്ലം ചെയ്തവർക്ക് ഗ്രൂപ്പ് ബോണസ് പ്ലാൻ്റെ അത് സിമ്പിളായിട്ട് തീർക്കാവുന്നേ ഉള്ളൂ, 2 പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ 8 പ്രോബ്ലം എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അത് ചെയ്ത് തീരാത്തവർ നാളെ ഇരുന്നൊന്ന് ഇതുവരേക്കുള്ള പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതുവരെയുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ഇതുവരെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൺഡേ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോകുന്നവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങളാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സൺഡേ അതിൻ്റെ ഒരു ടൈമായിട്ട് എടുത്ത് നിങ്ങൾക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല, മാക്സിമം ഇതെടുക്കുക. പിന്നെ ഇതിൽ നമ്മുടെ വീട്ടമ്മമാർ എന്താ പറയുക, നമുക്ക് അങ്ങനെയുള്ളവർ ഇത് പഠിക്കാനായിട്ട് വരണുണ്ട് അല്ലേ. കുറച്ച് നാൾ എഴുതിയിട്ട് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തി. പക്ഷേ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടാണ് വീണ്ടും അത് പഠിക്കുക എന്നുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതുകൊണ്ട് അവർക്ക് വീട്ടിലും പണിയൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഇതിനു വേണ്ടി, നാളെ സൺഡേ ആണ്, ഇതിനു വേണ്ടി കുറച്ച് ടൈം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ് അല്ലെ. നമ്മൾക്ക് പ്രയോറിറ്റി ഏതിനാണോ അതിന് നമ്മൾ ടൈം കണ്ടെത്തും. ഇപ്പം നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിൽ അതിൽ കുറേ പേരെയൊക്കെ സ്കൂൾ ഗ്യാങ്ങൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക്
നമുക്ക് സ്കൂളിൽ പഠിച്ചവരുണ്ടാവും, +2 അത് ചിലപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചവർ അതിലേറെ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത് പ്രയോറിറ്റിയാണ്. നമുക്ക് ആരുടെ അടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യണം, ആരുടെ ഗ്രൂപ്പിൽ നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആവണം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് അല്ലേ. ആ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിത്തത്തിൽ ഒരു പ്രയോറിറ്റി വെക്കുക. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എന്തായാലും നിലനിർത്തണം. കാരണം എന്താ പറയുക, നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് കേസ് ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ. നമുക്ക് സ്ലോലി എല്ലാം പഠിക്കുക, കുറേശ്ശെ പഠിച്ചാൽ മതി. ഒരു ഗ്രൂപ്പൊക്കെ എഴുതുന്നവർക്ക് ധാരാളം സമയമുണ്ട്. നമുക്ക് റിസൾട്ട് പോലും വന്നിട്ടില്ല, ധാരാളം സമയമുണ്ട്. ഇതേപോലെ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. ആ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മാത്രമേ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വെക്കുകയുള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വെക്കാൻ നേരത്ത് ഞാൻ ചിലപ്പോൾ എന്തായാലും ഇതേപോലെ വെക്കില്ലായിരിക്കും. കാരണം നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാത്ത ഇനി സാലറി പോർഷൻസ് പെർക്യൂസിറ്റിലിരുന്ന് ഹൗസ് പ്രോപ്പർട്ടി ഓക്കെയാണ്, ഹൗസ് പ്രോപ്പർട്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ PGBP ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള വരാൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യണ അനുസരിച്ചായിരിക്കുമല്ലോ അതിൻ്റെ റിവിഷൻ പറഞ്ഞ അല്ല. ഞങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് കേട്ടവരാണ്, ഞങ്ങൾക്ക് അറിയാം എന്നുള്ളവർക്ക് ഈ റിവിഷൻ പടി തന്നെ പോകാം. അല്ല ഞങ്ങൾ എങ്ങും ക്ലാസ് കേട്ടിട്ടില്ല, ഞങ്ങൾ വേറെ ഒരു ക്ലാസ്സും അറിയില്ല എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്ന അനുസരിച്ച് നിങ്ങൾ ആ ഒരു പോർഷൻസ് ഒക്കെ റിവിഷൻ ചെയ്താൽ മതി. ഞാൻ ഈ ബേസിക്കിൻ്റെ വീഡിയോ ഇടാത്തത് നിങ്ങൾ തന്നെ വായിക്കാവുന്നതേ ഉള്ളൂ. ആ വായിക്കാനുള്ള മടി ഒഴിവാക്കിയാൻ വേണ്ടിയിട്ടാണ് ആ ബേസിക്കിൻ്റെ വീഡിയോ ഇടാഞ്ഞത്. നമുക്ക് ബേസിക്കിൻ്റെ വീഡിയോ നിങ്ങൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതെന്താണെന്ന് മനസ്സിലാവുന്നതാണ്. എന്നിട്ട് നിങ്ങളത് പോയിന്റ് എഴുതി വെച്ച് അത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കുറച്ച് പേർക്ക് പാടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പാടാന്ന് പറയുന്ന എൻട്രി മാത്രമേ ഉള്ളൂ. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്യാതെ ആ എൻട്രി വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് നോക്കുക. എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യുക. നമുക്കത് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഏത് പ്രോബ്ലം ആണ് കിട്ടാത്ത ആ പ്രോബ്ലം മാത്രം നിങ്ങൾ എനിക്ക് അയച്ചാൽ മതി. ഈ പ്രോബ്ലം കിട്ടുന്നില്ല മിസ്സേ, അല്ലെങ്കിൽ ഇതിലൊരു എൻട്രി എനിക്ക് ഡൗട്ട് ഉണ്ട് മിസ്സേ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അല്ല വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ കുറച്ച് ടൈം ഒന്ന് നിങ്ങളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് എഴുതുന്ന പോലെ സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റും. സിമ്പിളായിട്ട് പാസ്സാവാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി വരുന്നതിനൊക്കെ നമ്മൾ കുറേ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ് അല്ല, കോസ്റ്റിന്റെ ലാസ്റ്റ് പാർട്ട് ഒരു 3 ചാപ്റ്റർ മാത്രമേ ഇടാതെ ഉള്ളൂ. ബാക്കി കോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അക്കൗണ്ട്സ് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ട്, കാരണം നിങ്ങളോട് ഞാൻ ചോദിച്ചു ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അല്ലേ, അതനുസരിച്ചാണ് ഞാൻ ഇട്ട് പോയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ അത് നമുക്ക് ഇടാം. ഓക്കെ, ഇതിനനുസരിച്ച് നമുക്ക് ഇടാം. നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന അനുസരിച്ച്, എല്ലാ പ്രോബ്ലം അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇടാം. ഞാൻ എൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. കോൺസെപ്റ്റ് ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ വരുമ്പോഴും അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ഒരു വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഏതാണോ അതിൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ എക്സാം നിങ്ങൾ ആ ഒരു എന്തൊക്കെ വന്നാലും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. അത് തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. ചിലപ്പോൾ അത് ആന മണ്ടത്തരം ആയിക്കോട്ടെ, എന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ട്രൈ ചെയ്യുക. അതെങ്ങനെ വരും, ആൻസർ വരിക, തെറ്റാവോ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചാൽ അതാകെ കുളമാവോ, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. നിങ്ങൾ ആൻസർ നന്നായിട്ട് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരാൻ നേരത്തേക്കും ഞാൻ അതിൻ്റെ മിസ്റ്റേക്ക് എന്താണോ അത് ഞാൻ പറയാം. എങ്ങനെ എഴുതണോ അത് നമുക്ക് പറയാം. അത് നമ്മൾ ഈ എക്സാമിന് മുന്നേ ഇത്രയും ആഴ്ചയിലെ പ്രാക്ടീസ് കൊണ്ട് നമുക്കത് കറക്റ്റ് ആക്കാം, നമ്മളത് പെർഫെക്റ്റ് ആക്കാം. ഓക്കെ, നമ്മളത് പെർഫെക്റ്റ് ആക്കാം. അത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ള ആരെയോ എന്നെയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എഴുതുക. പ്രോപ്പർ വേയിൽ നമ്മൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, എല്ലാത്തിനും വർക്കിംഗ് നോട്ട് എഴുതി നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊന്നും അറിയാൻ പാടാത്ത ഒരാൾ നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാം മനസ്സിലാവണം അതിന്ന്. അതായത് ഒരു സംഭവം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് നമ്മുടെ വർക്കിംഗ് നോട്ട് കൊടുത്തിട്ട് ആ വർക്കിംഗ് നോട്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം, നമ്മുടെ ആൻസർ നോക്കാൻ നേരത്തെ അയാൾക്ക് അത് പക്ക ക്ലിയർ ആയിരിക്കണം.
നമുക്കത് ഇതുകൊണ്ടാണ് എടുക്കാഞ്ഞത്, ഇതാണ് വരാഞ്ഞത്. അപ്പോൾ ഒന്നും അറിയാൻ പാടാത്ത ഒരാളാണ് നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യണത്. വർക്കിംഗ് നോട്ട് എല്ലാം പ്രസന്റ് ചെയ്യും. കാരണം എല്ലാം അറിയാവുന്ന ഒരാളല്ലേ, അയാൾക്ക് ഇത് മാർക്ക് തന്നോളൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഒത്തിരി പേര് നമ്മൾ ഇരിക്കുന്നത് അല്ലെ. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യരുത്. നമ്മൾ ഒന്നും അറിയാൻ പാടാത്ത ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ ഓരോ ഇത് വരാൻ നേരത്തും ഓരോ പ്രൊവിഷൻ വരാൻ നേരത്തും അത് ഇതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തത്, അല്ല ഞാൻ ഇതുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് അയാൾക്ക് വർക്കിംഗ് നോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെക്കുക. അതിന് നമ്മൾ പ്രാക്ടീസ് മാത്രമേ ചെയ്യേ വഴിയുള്ളൂ. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളിത് ചെയ്യാം. അപ്പം ഇന്നത്തെ ഇത്രയുള്ളൂ കാര്യങ്ങൾ. അപ്പം ആരെങ്കിലും ഉണ്ട് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. കോസ്റ്റ്, അക്കൗണ്ട്സ്, ഡയറക്ട് ടാക്സ് എല്ലാം നമുക്ക് ഒരു 70+ വാങ്ങിക്കാവുന്ന സബ്ജക്റ്റാണ്, എല്ലാം 3 സബ്ജക്റ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പൊ തുടങ്ങി അപ്രോച്ച് ചെയ്താൽ മതി, ഒട്ടും ലേറ്റ് അല്ല. നിങ്ങൾ ഇപ്പൊ ഇരുന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തായാലും വിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.